ജനം ടിവി വാർത്ത പാർലമെന്റിൽ ഉന്നയിച്ച ജെഡിയു എം പി സഞ്ജയ് കുമാർ ഷാ. ജന്തർ മന്തർ പാറ്റ കലാപത്തിൽ പങ്കെടുക്കാൻ ദുബായിൽ നിന്നും 23 മലയാളികൾ എത്തിയെന്ന വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമ്പോഴാണ് മലയാളം ചാനലായ ജനം ടിവിയുടെ വാർത്തയെപ്പറ്റി എം പി സഭയിൽ പരാമർശിച്ചത്. മുഹമ്മദ് ഷാജി എന്നാൾ 23 മലയാളികൾക്ക് ടിക്കറ്റും താമസവും നൽകി കലാപത്തിലേക്ക് നയിച്ചു എന്നാണ് ഈ ചാനലിൽ കണ്ടതായിരുന്നു സഞ്ജയ് കുമാർ ഷായുടെ രാജ്യസഭയിലെ പരാമർശം. ആദ്യം ആ നിർണായക ബൈറ്റിലേക്ക്. कि जब ये आंदोलन चल रहा था तो मैं एक मलयाली चैनल भी देख रहा था, मलयालम चैनल में, हाँ मलयालम चैनल में सर्फिंग कर रहा था और मैं देखा कि 23 दुबई बेस्ड बिजनेसमैन 23 लोगों को वहां से टिकट दे करके इस आंदोलन में भेजे थे. उनका क्या नीटनेस से लेना देना था? मैंने देखा कि उसमें लोगों ने पैसे दे करके टिकट दे करके इस आंदोलन के लिए लोगों को यहाँ से भेजा. जरूर गृह मंत्री जी को, अमित शाह जी को जांच कराना चाहिए कि इन सब आंदोलन में ऐसे कौन एलिमेंट आ करके जो छात्रों का आंदोलन को हाईजैक करने की कोशिश कर रहे थे. ये बात भी तो होनी चाहिए इस समय. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആദർശ് ചേരുകയാണ്. ആദർശ്, ആദ്യം തന്നെ ഡൽഹി ബ്യൂറോയ്ക്കും എസ് ശ്രീകാന്തിനും ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ച എല്ലാ ടീമിനും അഭിനന്ദനങ്ങൾ നേരുകയാണ്. എന്തായാലും പാർലമെന്റിൽ വരെ ഉന്നയിച്ച വളരെ വലിയ വാർത്തയാണ് ജനം ടി വി നൽകിയത്, ഒരു ബിഗ് ബ്രേക്കിംഗ്. എന്തായാലും ഇപ്പോൾ ഈ എം പി നമ്മുടെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് പാർലമെന്റിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ മുഹമ്മദ് ഷാജി എന്ന കൊടും ഭീകരൻ ഇത്തരത്തിൽ 23 മലയാളികളെയാണ് സ്പോൺസർ ചെയ്തത്, അതും കലാപത്തിന് വേണ്ടി. അശ്വതി, JDU എം പി സഞ്ജയ് കുമാർ ഝായാണ് ജനം ടി വിയുടെ ഈ വാർത്ത രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ഈ ജനം ടി വി വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം, ഈ 23 പേരെ ടിക്കറ്റ് നൽകി അവരെ ജന്തർ മന്തറിൽ എത്തിച്ചു. അത് നമ്മൾ തന്നെ കൊടുത്ത വാർത്തയിൽ നിലമ്പൂർ ഷാജിയാണ് അദ്ദേഹത്തിൻ്റെ ദുബായിലെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 23 ജീവനക്കാർക്ക് ടിക്കറ്റ്, താമസ സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തി അവരെ ഈ ജന്തർ മന്തറിലെ സമരത്തിനായി എത്തിച്ചത്. എന്നാൽ അവർ എത്തുന്ന ദിവസം സമരം അവസാനിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവർ വലിയ തയ്യാറെടുപ്പോടു കൂടിയാണ് അവിടെ നിന്ന് വന്നത്. വലിയ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജന്തർ മന്തറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം നടന്നത്. 20-ാം തീയതി അവർ പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുന്നു. ആ മാർച്ച് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. നിരവധി പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദുബായിൽ ഒരു സ്ഥാപനത്തിൽ ഈ നിലമ്പൂർ ഷാജി തൻ്റെ സ്ഥാപനത്തിൽ നിന്നുള്ള 23 പേരെ ടിക്കറ്റ് നൽകി അവർക്ക് താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ട് ജന്തർ മന്തറിലേക്ക് എത്തിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് JDU എം പി ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വേണമെന്നും ഇതേറെ ഗൗരവമുള്ള വിഷയമാണെന്നും അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ നമ്മുടെ ഈ ഇടതുപക്ഷ അംഗങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർ, അവിടെ വലിയ ബഹളമാണ് സഭയ്ക്കുള്ളിൽ ഉയർത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ JDU എം പി ചൂണ്ടിക്കാട്ടുന്ന ഏറെ ഗുരുതരമായ ഈ വിഷയം അത് തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് ഈ ബഹളത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഈ പാറ്റാ സമരത്തിന് വിദേശ സഹായം, ഒപ്പം തന്നെ ജിഹാദി സംഘടനകളുടെ ഒക്കെ പിന്തുണ, ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഈ നിലമ്പൂർ ഷാജി എന്ന് പറയുന്ന ആള് ജന്തർ മന്തറിലേക്ക് ദുബായിൽ നിന്ന് തൻ്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളെ ഈ ടിക്കറ്റ് എടുത്തു കൊടുത്ത് താമസ സൗകര്യം ഒരുക്കി ജന്തർ മന്തറിൽ എത്തിച്ചപ്പോൾ ആ വിഷയം അതേ ഗൗരവത്തിൽ തന്നെ ജനം ടി വി വാർത്തയാക്കുന്നത്. ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം ഈ പാറ്റകളുടെ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന രാജ്യദ്രോഹ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചതും ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നതും. എന്തായാലും ഈ നിലമ്പൂർ ഷാജി അദ്ദേഹത്തിൻ്റെ ദുബായിലെ കമ്പനിയിൽ നിന്നുള്ള ജീവനക്കാരെ, മലയാളികളാണ് ഈ ജീവനക്കാർ, അവരെ ജന്തർ മന്തറിൽ എത്തിച്ചത് എന്തിന് എന്നുള്ളതിൽ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വേണമെന്നുള്ള ഒരു ആവശ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷിയായ JDU എം പിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരിക്കുന്നു. അതും ജനം ടി വിയുടെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സഭയിൽ ഇക്കാര്യം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു
MP-യുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതിന് ഇടത് MP-മാർ ശ്രമിച്ചു എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമാണ്. കാരണം കേരളവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ജിഹാദി ഘടകങ്ങൾ പ്രവർത്തിക്കുന്നു. അവർ ഈ രാജ്യവിരുദ്ധ കലാപത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്യുന്നു എന്നുള്ളത് സഭയ്ക്കുള്ളിൽ ജനം ടിവിയുടെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് ഒരു MP പറയുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ള തരം താഴ്ന്ന രാഷ്ട്രീയത്തിലേക്കാണ് കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷാംഗങ്ങൾ എത്തിയത് എന്നുള്ളതും ഈ ബഹളത്തിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും MP തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് സഭയിൽ ഉന്നയിച്ച സ്ഥിതിക്ക് ഇനി ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം തന്നെയാണ് കൃത്യമായിട്ടുള്ള എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പുറത്തു നിന്നുള്ള ആൾക്കാർ ഇവിടേക്ക് ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയത്, അവർക്ക് ഇതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നതിൽ വ്യക്തത വരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജയ് കുമാർ ഝാ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഏറെ ഗൗരവമുള്ളതാകുന്നത്. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കാരണം ഈ ഇടതുപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ അദ്ദേഹം ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അതിനെ തടയുവാൻ അവർ എന്തിനാണ് ഇത്രയും വ്യഗ്രത കാട്ടിയത് എന്നുള്ള ഒരു വലിയ ചോദ്യവും മലയാളി സമൂഹത്തിന് മുന്നിലുണ്ട്. അശ്വതി, തീർച്ചയായും ആദർശ്, അത് തന്നെയാണ് മലയാളി സമൂഹത്തിനുള്ള നിർണായക ചോദ്യം വയ്ക്കുകയാണ്. എന്തായാലും ജനം TV വാർത്തയാണ് ഇപ്പോൾ പാർലമെന്റിൽ JDU MP സഞ്ജയ് കുമാർ ഷാ ഉന്നയിച്ചിരിക്കുന്നത്. ജന്തർ മന്ദർ പാറ്റ കലാപത്തിൽ പങ്കെടുക്കാൻ ദുബായിൽ നിന്നും 23 മലയാളികൾ എത്തിയെന്ന വിഷയമാണ് പാർലമെന്റിൽ അദ്ദേഹം ഉന്നയിച്ചത്. അത് ജനം TV ഡൽഹി ബ്യൂറോ റിപ്പോർട്ടർ ശ്രീകാന്താണ് ആ വാർത്ത ബ്രേക്ക് ചെയ്തത്.